ഒരു കള്ള തട്ടിപ്പ് കാക്കിയുടെ വാർത്തയിലേക്കാണ്. കുഴൽപ്പണ കേസിൽ വയനാട് വൈത്തിരിയിൽ CI അറസ്റ്റിൽ. വൈത്തിരി SHO അനിൽകുമാറിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കാൽദാസൻ ദേവത്വം വയനാട്ടിൽ ചെയ്യുന്നു. കാൽദാസൻ, ഈ പറഞ്ഞതുപോലെ കുഴൽപ്പണ വേട്ടക്കാരെ പിടിക്കേണ്ടവരാണ് പോലീസ്. എന്നാൽ ആ പിടിക്കുന്ന കുഴൽപ്പണ വേട്ടക്കാരിൽ നിന്ന് പണം കട്ടുകൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ കേസിന് ആധാരമായ, ഈ സംഭവത്തിന് ആധാരമായ കേസ്? ആരൊക്കെയാണ് കേസിലെ പ്രതികൾ? അതുതന്നെയാണ് സുഹൈൽ. കുഴൽപ്പണം തട്ടിയെടുത്തു എന്നുള്ള പരാതിയിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റിലായ CS അനിൽകുമാർ മുൻ വൈത്തിരി SHO ആണ്. അദ്ദേഹത്തെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ സസ്പെൻഷനിലാണ് ഈ CS അനിൽകുമാർ അടക്കമുള്ള 4 പോലീസുകാർ. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2025 സെപ്റ്റംബർ 15-നാണ്. അതായത് മലപ്പുറം സ്വദേശിക്ക് കൈമാറാനായി 3.37 ലക്ഷം രൂപയുമായി കാറിൽ വന്നുകൊണ്ടിരുന്ന ചുണ്ടേൽ സ്വദേശികളുടെ പക്കൽ നിന്നുമാണ് ഈ ഒരു പണം ഈ CI അനിൽകുമാർ കണ്ടെടുത്തത്. ശേഷം അത് ജീപ്പിലേക്ക് മാറ്റി അത് കഴിഞ്ഞവരെ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് അതിനെ തുടർന്നുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് പിന്നീട് ഈ ചുണ്ടേൽ സ്വദേശി ഈ CIക്കെതിരെ പരാതി നൽകുകയായിരുന്നു. CI അടക്കമുള്ള 4 പോലീസുകാർക്കെതിരെ പരാതി നൽകുകയായിരുന്നു. ഇത്തരത്തിൽ കുഴൽപ്പണം തട്ടിയെടുത്തു എന്നുള്ളത്. പിന്നീട് അന്വേഷണ വിധേയമായി ഈ CIയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങൾ ഈ അനിൽകുമാറിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ള ചില കണ്ടെത്തലിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് വയനാട് ജില്ലാ മുൻ പോലീസ് മേധാവി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ശേഷം ഒളിവിലായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു. ഇന്നലെയോടെയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അറസ്റ്റിലാകുന്നത് ഈ അനിൽകുമാർ. ഇപ്പോൾ നിലവിൽ ഈ കൽപ്പറ്റ കോടതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി ഈ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.